അയ്യോ, എന്ത് ഭംഗിയുള്ള പഴമാണ്! ഇത്രയും ഭംഗിയുള്ള പഴം ഞാൻ ഇതിനു മുൻപേ കണ്ടിട്ടേ ഇല്ല. ഇന്ന് ഞാൻ കണ്ടു. അപ്പോൾ ഇത് കഴിച്ചുമൊന്ന് നോക്കാം. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്കറിയണമല്ലോ. അയ്യോ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? എന്താ ഇത്? അയ്യോ, കാടിന്റെ എല്ലാ വശത്തും പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ മൃഗങ്ങളും ഒരുപാട് പേടിച്ചു. നമ്മുടെ കാടിന് ഇത് എന്ത് സംഭവിച്ചെന്നേ അറിയില്ലല്ലോ. ദിവസവും ഏതെങ്കിലും ഒരു മൃഗത്തെ കാണാതെയാകുന്നു. എന്നാൽ രാജാവേ, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. ഏതൊക്കെ മൃഗമാണോ കാണാതെയായത് അവരെല്ലാവരും അവസാനമായി ആ മാന്ത്രിക വാതിലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർ ആ വാതിലിനുള്ളിലേക്ക് കയറി കാണും. എന്നാൽ ആ മൃഗങ്ങളെല്ലാം ബുദ്ധിശാലികളാണ്. രാമു ആന, ചോട്ടു മാൻ, പിന്നെ മോണ്ടു കുരങ്ങ്, എല്ലാവർക്കും ആ വാതിലിനെ കുറിച്ച് നന്നായി അറിയാം. അങ്ങനെ ഇരുന്നിട്ടും അതിനകത്തേക്ക് എന്തിനു പോയി? ഈ മാന്ത്രിക വാതിൽ എന്താണ്? ആ മാന്ത്രിക വാതിൽ കറുത്ത മലയിലാണുള്ളത്. ആ വാതിലിന് വെളിയിൽ ഒന്നും കാണാൻ സാധിക്കില്ല. വെറും ഒരു വെളിച്ചം മാത്രമേ കാണാൻ സാധിക്കൂ. ഇന്നുവരെ അതിനുള്ളിലേക്ക് പോയവരെല്ലാം തിരിച്ചു വന്നിട്ടേയില്ല. ഈ കാട്ടിൽ ഇങ്ങനെ കാണാതെയാകുന്നത് ഗോൾഡി മനസ്സിലാക്കി. അവൻ എപ്പോൾ വേണമെങ്കിലും അനിയൻ ഷെരുവിനെയും കൂട്ടി നമ്മളെ ആക്രമിക്കാൻ വരാം. താങ്കൾ രണ്ട് പുലിയെ എങ്ങനെ നേരിടും? ഒരു രാജാവായിട്ട് ഞാൻ ഒരിക്കലും തോൽക്കില്ല. അവസാന ശ്വാസം വരെ ഞാൻ പോരാടും. മീട്ടു തത്ത ഇത് കണ്ട് ഒരുപാട് വിഷമിച്ചു. അത് ആ മൃഗങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ആ രഹസ്യ വാതിലിനടുത്തേക്ക് പോയി. അപ്പോൾ അവിടെയുള്ള മരത്തിന് താഴെ കരടി ഒരു പുലിയോടൊപ്പം നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്താ ഇത്? ഈ കാലുബാലു ശത്രുവായ ഗോൾഡിയോട് എന്താണ് സംസാരിക്കുന്നത്? ഒന്ന് പോയി കേൾക്കാം. ഗോൾഡി രാജാവേ, താങ്കൾ പറഞ്ഞിട്ട് കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളെയും അവരെ വിശ്വസിക്കുന്നത് പോലെ മനസ്സ് മാറ്റി ആ മാന്ത്രിക വാതിലിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ഇനി അവർ തിരിച്ചു വരികയേയില്ല. ആക്രമിക്കാനുള്ള സമയമായി. സിംഹരാജാവ് ഉറപ്പായും തോൽക്കും. അങ്ങനെ ചെയ്താൽ ഈ കാടും താങ്കൾക്ക് ഭരിക്കാം. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ നിനക്ക് ഈ കാടിന്റെ ഉയർന്ന അധികാരം തരാം. അങ്ങനെയാണെങ്കിൽ കാലു ഗോൾഡിയുടെ പക്ഷത്തായോ? ഇതിനെക്കുറിച്ച് രാജാവിനോട് പറഞ്ഞേ പറ്റൂ. അപ്പോൾ മിട്ടുവിന്റെ പുറകിൽ നിന്ന് ആരോ വിളിക്കുന്ന പോലെ തോന്നി. എന്താ കുഞ്ഞേ നീ നോക്കുന്നത്? അപ്പോൾ മിട്ടു തിരിഞ്ഞു നോക്കിയപ്പോൾ അത് ഗോൾഡിയുടെ കാട്ടിലെ പരുന്താണ്. മഹാരാജാവേ, നിങ്ങൾ പറയുന്നത് ഈ മിട്ടു കേട്ടു. അവനെ പിടികൂട്. അത് കേട്ടത് മിട്ടു പറക്കാൻ തുടങ്ങി. അത് അവിടെ നിന്ന് നേരെ മലയിലേക്ക് പറന്നുപോയി. പരുന്തും പിന്നാലെ തന്നെ പോയി. ദൈവമേ, എന്തെങ്കിലും വഴി കാണിക്കൂ, ഇല്ലെങ്കിൽ ഇതിനെ കൊന്നു തിന്നുമല്ല. അത് നേരെ പോയപ്പോൾ അടുത്തു തന്നെ ജ്വലിക്കുന്ന ഒരു സ്വർണവാതിലും വന്നു. അയ്യോ, ഇതാ മാന്ത്രിക വാതിലാണെന്ന് തോന്നുന്നു. ഇതിനെ കുറിച്ചാണ് എല്ലാവരും സംസാരിച്ചത്. ശരി, ഇതിനകത്തേക്ക് പോകാം. അങ്ങനെ ചിന്തിച്ച് മിട്ടുത്തത്ത ഉടനെ ആ രഹസ്യ വാതിലിനകത്തേക്ക് പോയി. അതെന്തായാലും നന്നായി. ഇനി ഇവൻ ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. അങ്ങനെ പറഞ്ഞ് പരുന്ത് ഗോൾഡിയുടെയും കരടിയുടെയും അടുത്തേക്ക് പോയി. അകത്തു പോയപ്പോൾ കുറച്ചു സമയം മിട്ടുവിന് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. കുറച്ചു ദൂരം പോയി നോക്കിയപ്പോൾ അതിന് കണ്ടതൊന്നും വിശ്വസിക്കാനേ പറ്റിയില്ല. എന്തെന്നാൽ അത് മനോഹരമായ കാടായിരുന്നു. അടുത്തു തന്നെ ഒരു വെള്ളച്ചാട്ടവും ഉണ്ടായിരുന്നു. മരത്തിലും ചെടിയിലും പൂക്കൾ വിരിഞ്ഞു നിന്നു. അപ്പോൾ അത് കണ്ടു കാട്ടിൽ നിന്നും മാഞ്ഞുപോയ എല്ലാ മൃഗങ്ങളും കൂട്ടിൽ അടഞ്ഞു കിടക്കുന്നത്. ആ കാട്ടിൽ നീലപക്ഷികൾ ഒരുപാടുണ്ടായിരുന്നു. സിംഹാസനത്തിൽ ഒരു പക്ഷിയും ഉണ്ടായിരുന്നു. ആരാണ് നീ? എന്തിനാണ് ഇവിടേക്ക് വന്നത്? പക്ഷി റാണി, ആദ്യം ഇത് പറയൂ.
എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ എന്തിനാണ് ബന്ധനസ്ഥരാക്കിയിരിക്കുന്നത്? ഇനി നീയും ഇവരെ പോലെ ഇവിടെ അടഞ്ഞു കിടക്കാനാണ് പോകുന്നത്. അങ്ങനെ റാണി എന്തോ ഒരു മന്ത്രം പറഞ്ഞു. എന്നാൽ മിട്ടുവിനെ ആ മന്ത്രം ഒന്നും ചെയ്തില്ല. എന്താ ഇത്? എന്തുകൊണ്ട് എന്റെ മാന്ത്രിക ശക്തി നിന്നിൽ ഫലിക്കാതെ പോകുന്നത്? അങ്ങനെ വീണ്ടും അത് ശ്രമിച്ചു നോക്കി. എന്നാൽ വീണ്ടും മിട്ടുവിനെ ഒന്നും തന്നെ അത് ചെയ്തില്ല. അത്യാഗ്രഹമില്ലാതെ ആരെങ്കിലും വന്നാൽ അവരെ എന്റെ മന്ത്രം ഒന്നും ചെയ്യില്ല. നീ ഒന്നും മോഹിച്ചല്ലേ ഇവിടേക്ക് വന്നത്? ഇല്ല റാണി പക്ഷിയെ, ഒരു പരുന്തിന്റെ പിന്നാലെ വന്നു. അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് കയറിയത്. അപ്പോൾ നീ നല്ലവനാണ്. നിന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് ഞാൻ ഉറപ്പായും ഒരു സമ്മാനം തരും. അങ്ങനെ പറഞ്ഞ് റാണി വീണ്ടും ഒരു മന്ത്രം പറഞ്ഞു. അപ്പോൾ റാണിയുടെ കയ്യിലുള്ളതുപോലെ ഒരു മാന്ത്രിക ദണ്ഡ് ആ തത്തയുടെ കൈകളിലും വന്നു. ഒരുപാട് ഒരുപാട് നന്ദി. എന്നാൽ ഈ സമയം ഈ മാന്ത്രിക ദണ്ഡിലുപരി എന്റെ സുഹൃത്തുക്കളെയാണ് എനിക്ക് വേണ്ടത്. ഞങ്ങളുടെ കാട് ആക്രമിക്കാൻ പോകുക. അതെങ്ങനെയെങ്കിലും എനിക്ക് പോയി തടഞ്ഞേ പറ്റൂ. ശരി മിട്ടു, അത്യാഗ്രഹം കൊണ്ട് ഇവിടെ വന്ന ആരെയും ഒരു കാരണവശാലും ഞാൻ വെറുതെ വിടില്ല. എന്നാൽ നീ ചോദിച്ചതുകൊണ്ട് ഇവരെല്ലാം ഞാൻ വിട്ടയക്കാം. അങ്ങനെ പറഞ്ഞ ആ കുരുവി റാണി എല്ലാവരെയും കൂട്ടിൽ നിന്നും മോചിതരാക്കി. മറുവശത്ത് ഗോൾഡി ആ കാടിനെ ആക്രമിക്കാൻ പോകാൻ വേണ്ടി തന്റെ അനുജനോടൊപ്പം വന്നു നിന്നു. സിംഹരാജാവ് അവിടെ തനിച്ചായിരുന്നു. സിംഹരാജാവേ, നിങ്ങൾ തോറ്റെന്ന് സമ്മതിച്ചോളൂ. നിങ്ങളുടെ കാട്ടിലുള്ള എല്ലാവരെയും കാണാതെയായി. ഞങ്ങൾ 2 പേരുണ്ട്. നിനക്ക് തനിയെ 2 പേരോട് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. കുഴപ്പമില്ല, ഞാൻ ചത്താൽ പോലും ഞാൻ ഒരിക്കലും തോൽക്കില്ല. ഈ കാടിന്റെ രാജാവാണ് ഞാൻ. രാജാവായി ചാകും. അങ്ങനെ സിംഹരാജാവ് അവർക്ക് നേരെ ചാടി. അപ്പോൾ മിട്ടു എല്ലാ മൃഗങ്ങളുമായി അവിടേക്ക് വന്നു ചേർന്നു. നിൽക്കൂ സിംഹരാജാവേ, നിങ്ങളിപ്പോൾ തനിച്ചല്ല ഉള്ളത്. അപ്പോൾ എല്ലാവരും തിരിഞ്ഞു നോക്കി. മിട്ടുത്തത്ത അതിനോടൊപ്പം കാണാതായ എല്ലാ മൃഗങ്ങളെയും വിളിച്ചുകൊണ്ടുവന്നു. അത് കണ്ട് ഗോൾഡിയും കരടിയും എല്ലാവരും ഷോക്കായി. സിംഹരാജാവേ, എല്ലാ മൃഗങ്ങളോടും കള്ളം പറഞ്ഞ് ആ മാന്ത്രിക വാതിലിൽ കാലുപാല് കരടിയാ പറഞ്ഞയച്ചത്. ഇവൻ ഗോൾഡിയുടെ ജാരനാണ്. അതെയോ? അവൻ ഉറപ്പായും ശിക്ഷയുണ്ട്. നീ ഒരു സിംഹമായിട്ടും ഞങ്ങളെ 2 പേരെയും തോൽപ്പിക്കാൻ പറ്റുന്നില്ലേ? തോൽവി സമ്മതിച്ചോ? അതാണ് നിങ്ങൾക്ക് നല്ലത്. സിംഹരാജാവ് തനിച്ചല്ല. അങ്ങനെ പറഞ്ഞു മിട്ടു അതിന്റെ മാന്ത്രിക ശക്തി സിംഹത്തിൽ ഉപയോഗിച്ചപ്പോൾ ആ സിംഹരാജാവിനെ പോലെ മറ്റൊരു സിംഹരാജാവും അവിടേക്ക് വന്നു. ഇതെങ്ങനെ സാധ്യമാകും? ഇപ്പോൾ 2 സിംഹരാജാവും അവരെ ആക്രമിക്കാൻ തുടങ്ങി. ഗോൾഡിയും അവന്റെ അനിയനും പോരാടി അവർ അവസാനം തോൽക്കുകയും ചെയ്തു. അവർ അവരുടെ തോൽവി സമ്മതിച്ചു. ഞങ്ങൾ തോൽവി സമ്മതിക്കാം. ഒന്നും മിണ്ടാതെ ഇവിടെ നിന്ന് പോയിക്കോളൂ. കൂടെ ഈ ദ്രോഹിയെയും കൊണ്ടുപോയിക്കോളൂ. അത് കേട്ടതും അവർ 2 പേരും ആ കരടിയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. സിംഹരാജാവിനോടൊപ്പം ചേർന്ന എല്ലാ മൃഗങ്ങളും മിട്ടുവിനോട് നന്ദിയും പറഞ്ഞു. അങ്ങനെ ആ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും വീണ്ടും സന്തോഷത്തോടെ ജീവിച്ചു. മിട്ടുത്തത്ത എപ്പോഴും അതിന്റെ കൂടെയുള്ള മൃഗങ്ങൾക്ക് അതിന്റെ മാന്ത്രിക ശക്തി കൊണ്ട് സഹായം ചെയ്തു. ആ രഹസ്യവാതിൽ ഇപ്പോഴും തുറന്നു തന്നെയാണ് കിടക്കുന്നത്.